Hi all, welcome to Competitive Cracker. എൻ്റെ പേര് മിത്തു. ഞാൻ ഇന്ന് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഹൈക്കോർട്ടിന്റെ 2019 നടന്ന കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, മാത്സിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 15% of a salary of X is equal to 40% of salary of Y and 25% of salary of Y is equal to 30% of salary of Z. If X salary is rupees 80,000, then the total salary of X, Y and Z is. Clear ആണോ? പെർസെൻറ്റേജ് അതുപോലെ തന്നെ റേഷ്യോ ഇങ്ങോട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. 3 പേരുണ്ട്, X, Y, Z. ഓക്കെ, 15% ഓഫ് X is equal to 40% of Y. ഇതാണ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേക്കുന്നത്. പിന്നെ പറഞ്ഞേക്കുന്നത് എന്താ? 25% of Y is equal to 30% of Z. ഓക്കെ, അപ്പൊ ഈ ഒരു ഡേറ്റയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? എക്സും വൈയും തമ്മിലുള്ള റേഷ്യോ കിട്ടും, അല്ലെ? അല്ലെങ്കിൽ അവർ തമ്മിലൊരു റിലേഷൻ കിട്ടും. നോക്കിയേ, നമുക്കിതൊന്ന് ക്യാൻസൽ ചെയ്തേ. രണ്ട് സൈഡിലും പെർസെന്റേജ് ഉണ്ട്, അല്ലെ? അത് കട്ട് ചെയ്യാം. അല്ലെങ്കിൽ ബൈ 100 എഴുതി രണ്ട് സൈഡ് നമ്മൾ കട്ട് ചെയ്യുന്നു. അപ്പൊ ഇത് കട്ട് ചെയ്തു. ഇനി 15, 40, 5 വെച്ച് ക്യാൻസൽ ചെയ്യാമല്ലോ. 5 വെച്ച് ക്യാൻസൽ ചെയ്താൽ എന്ത് വരും? 3 എന്ന് വരും. ഇവിടെ 8 എന്ന് വരും, അല്ലെ? ദാറ്റ് ഈസ് 3x ഈക്വൽ ടു 8y, അല്ലെ? അവിടുന്ന് x by y അല്ലെങ്കിൽ x ഈസ് ടു y നമുക്ക് എന്ത് കിട്ടും? 8:3. അല്ലെങ്കിൽ നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ x, ഈ y ഇങ്ങനെ താഴെ വരും, ദെൻ ഈ 3 ഇവിടെ ഇങ്ങനെ താഴെ വരും, അല്ലെ? ദാറ്റ് ഈസ് 8/3. ക്ലിയർ ആണോ? ഇതേപോലെ ഡയറക്റ്റ് എഴുതാൻ ഈ ഒരു ഡേറ്റ പഠിച്ചു വെച്ചാൽ മതി. AX ഈക്വൽ ടു BY ആണെങ്കിൽ x ഈസ് ടു y എന്ന് പറഞ്ഞാൽ എന്താണ്? B ഈസ് ടു A. മറന്നു പോവരുത്. ഓക്കെ, AX ഈക്വൽ ടു BY ആണെങ്കിൽ x ഈസ് ടു y എന്ന് പറഞ്ഞാൽ B ഈസ് ടു, അതായത് എക്സിന്റെ വാല്യൂ ആയിട്ട് എന്താ എഴുതുന്നത്? തൊട്ടടുത്ത് കിടക്കുന്ന വൈയുടെ കോഎഫിഷ്യന്റ്. വൈയുടെ ആൻസർ ആയിട്ട് എന്താ എഴുതുന്നത്? തൊട്ടടുത്ത് കിടക്കുന്ന എക്സിന്റെ കോഎഫിഷ്യന്റ്. ക്ലിയർ ആണോ? അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. y ഇങ്ങനെ താഴെ വന്നു, ഈ 3യുടെ ഇവിടെ വന്നു 8/3, അതായത് x ഈസ് ടു y നമുക്ക് 8:3 എന്ന് കിട്ടി. ക്ലിയർ ആണോ? ഇനി അടുത്തത് ഇത് ആ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന റിലേഷൻ. ഇനി ഇതേപോലെ സോൾവ് ചെയ്ത് y ഈസ് ടു z ഒന്ന് കണ്ടുപിടിച്ചേ. പെർസെന്റേജ് കട്ട് ചെയ്തു. 25, 30, 5 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 5, ഇവിടെ 6, അല്ലെ? 5y ഈക്വൽ ടു 6z. ഇവിടുന്ന് ഇതേപോലെ ഒന്ന് എഴുതിയേ. y ഈസ് ടു z എന്ത് വരും? y ഈസ് ടു z 6:5 എന്ന് വന്നു. ക്ലിയർ ആണോ? അപ്പം x ഈസ് ടു y 8:3, y ഈസ് ടു z 6:5. അപ്പൊ നമുക്ക് എന്ത് വേണം? ഈ മൂന്നിന്റെയും കൂടെ റേഷ്യോ. കാരണം എന്തിനാണെന്നറിയാവോ? എക്സിന്റെ സാലറി തന്നിട്ടുണ്ട്, ടോട്ടൽ സാലറി കണ്ടുപിടിക്കാൻ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവരുടെ 3 പേരെയും കൂടെ റേഷ്യോ കിട്ടിയാലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അല്ലെ? അപ്പൊ നോക്കിയേ, x ഈസ് ടു y 8:3 y ഈസ് ടു y 6:5. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? x ഈസ് ടു y ഈസ് ടു z കണ്ടുപിടിക്കണം. എങ്ങനെ? ഇതൊന്ന് കമ്പൈൻ ചെയ്യണം, അല്ലെ? നോക്കിയേ, ഇവിടെ കോമൺ ആയിട്ടുള്ളത് ഏതാ? ഇതിൽ രണ്ടിലും വരുന്നത് y ആ, അല്ലെ? അപ്പൊ വൈയുടെ വാല്യൂ നോക്കിയേ, സെയിം ആണോ? സെയിം ആയിരുന്നെങ്കിൽ ജസ്റ്റ് കമ്പൈൻ ചെയ്ത് എഴുതിയാൽ മതി. ഇവിടെ സെയിം അല്ല, അപ്പൊ നമുക്ക് സെയിം ആക്കാം. എങ്ങനെയാ? ഇവിടെ 3ഉം ഇവിടെ 6ഉം സെയിം ആയിട്ടുള്ള ഒരു വാല്യൂ വരാൻ എന്ത് ചെയ്താൽ മതി? ഈ 3യെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 ആയി, അല്ലെ? അപ്പൊ ഒരെണ്ണത്തിനെ മാത്രം ചെയ്യാൻ പറ്റില്ല, ഈ റേഷ്യോ മൊത്തത്തില് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് x ഈസ് ടു y എന്ത് വരും? x ഈസ് ടു y 16:6. റേഷ്യോയ്ക്ക് ഒരു മാറ്റവും ഇല്ല, അല്ലെ? റേഷ്യോ ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ 8:3 എന്ന് തന്നെ വരും, അല്ലെ? അപ്പൊ കമ്പൈൻ ചെയ്ത്, അതായത് സെയിം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? 2, ഇവിടെ 6 ആയിരുന്നു, ഇവിടെ 3 ആയിരുന്നു, അതുകൊണ്ട് ഇതിനെ സെയിം ആക്കാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ x ഈസ് ടു y 16:6ഉം y ഈസ് ടു z 6:5. അപ്പൊ വൈയുടെ വാല്യൂ സെയിം ആയി, ജസ്റ്റ് കമ്പൈൻ ചെയ്ത് എഴുതിയാൽ മതി, അല്ലെ? അപ്പൊ എന്ത് വരും? x ഈസ് ടു y ഈസ് ടു z എന്ത് വരും? 16:6 ഈസ് ടു എന്ത് വന്നു? 5. ക്ലിയർ ആണോ? അപ്പൊ ഇത് 3ഉം കിട്ടി. ഇനി എന്ത് ചെയ്യാം? നമ്മുടെ 3 പേരുടെയും സാലറിയുടെ റേഷ്യോ ആണ്, അല്ലെ? സാലറിയാണ് നമ്മൾ x, y, z എന്ന് കരുതിയേക്കുന്നത്. 15% ഓഫ് സാലറി ഓഫ് എക്സ്, അല്ലെ? എക്സിന്റെ സാലറി എക്സ്, വൈയുടെ സാലറി വൈ എന്നുള്ള രീതിയിലാണ് നമ്മൾ അസ്യൂം ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 16x ആണ് എക്സിൻ്റെത്, വൈൻ്റെതോ 6x, ഇസഡിൻ്റെതോ 5x. അതിനകത്ത് എക്സിന്റെ സാലറി 80,000 എന്ന് തന്നിട്ടുണ്ട്, അല്ലെ? ദാറ്റ് ഈസ് 16x ഈക്വൽ ടു 80,000. ക്ലിയർ ആണോ? സോ എക്സിന്റെ വാല്യൂ കിട്ടത്തില്ലേ? x വിൽ ബി ഈക്വൽ ടു 80,000 by 16. കട്ട് ചെയ്ത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് വരും?
5,000 തരും. 16 into 5 അല്ലേ 80, 5,000 എന്ന് കിട്ടും. അപ്പൊ എക്സിന്റെ വാല്യൂ കിട്ടി. ഇനിയും ചോദിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ ടോട്ടൽ സാലറി ഓഫ് എക്സ്, വൈ ആൻഡ് ഇസഡ്? ഈ എക്സിന്റെയും വൈയുടെയും ഇസഡിന്റെയും 3 പേരുടെയും കൂടെ ടോട്ടൽ സാലറി എത്ര? അത് സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അതിന്റെ ആവശ്യമില്ല. ഇത് 3ഉം കൂടെ ഒന്ന് ആഡ് ചെയ്തേ. 16x ആണ് എക്സിൻ്റെത്, വൈൻ്റെത് 6x, ഇസഡിൻ്റെത് 5x. എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്തേ. എന്ത് വരും? 16 + 11 അല്ലെ, ദാറ്റ് ഈസ് 27x ആണ് ടോട്ടൽ വരുന്നത്. അപ്പൊ ആ എക്സിന്റെ സ്ഥാനത്ത് 5,000 ഇട്ടാ പോരായോ? അപ്പൊ ടോട്ടൽ സാലറി എന്ന് പറയുന്നത് 27x ആണ്. ദാറ്റ് ഈസ് 27 into 5,000. ക്ലിയർ ആണോ? ദാറ്റ് ഈസ് 27 into 5, 35, 135. ഓക്കെ, 1,35,000. ഏത് വരും? ഓപ്ഷൻ ബി. ക്ലിയർ ആണോ? ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ ഈ എക്സ് എഴുതാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെ മാത്സ് ചെയ്യാൻ എളുപ്പമുള്ളവർ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. 16 ആണ് നമ്മുടെ 80,000 അല്ലെ. 16 പാർട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ 16 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 80,000. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 27 എത്ര ആണ് അല്ലെ? ഇൻറ്റു 5,000 ആണ്. ഇൻറ്റു ഇവിടെയും 5,000. 27 into 5,000 ചെയ്താൽ ആൻസർ ആയി. ഓക്കെ, അല്ലെങ്കിൽ എക്സ് എന്നുള്ള രീതി ചെയ്ത് എക്സ് കണ്ടുപിടിച്ചിട്ട് ഫൈനൽ കണ്ടുപിടിക്കും. ഓക്കെ ആണോ? അപ്പം ഇവിടെ ഈ എഴുതുന്ന കാര്യം ഓർത്തിരുന്നോണം അല്ലെ. ഒരു എക്സ് വൈ എന്നുള്ള ഒരു ഇക്വേഷൻ കിട്ടിയാൽ അവിടുന്ന് നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? അവരുടെ റേഷ്യോ ആയിരിക്കും കിട്ടുന്നത്. അതേപോലെ 2 റേഷ്യോ തന്നാൽ അതിനെ കമ്പൈൻ ചെയ്യാനുള്ള കാര്യവും മറന്നു പോകരുത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 4 children W, X, Y and Z divide a bag of sweets. W take 1/3 of them. X takes 2/5 of the remainder. And the rest is equally shared between W and Z. If the number of sweets received by W and Z are 24 each, then what will be the number of sweets obtained by X? Okay, 4 കുട്ടികളുണ്ട് അല്ലെ. W, X, Y, Z. അതില് ടോട്ടൽ എത്രയോ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. നമുക്കത് എക്സ് ആണെന്ന് കരുതാം. ടോട്ടൽ എക്സ് സ്വീറ്റ്സ് ഉണ്ടായിരുന്നു എന്ന് കരുതിയാൽ W take 1/3 of them. അതിന്റെ 1/3 W എടുത്തു അല്ലെ. Then X 2/5 of the remainder. ശ്രദ്ധിച്ചോണം, ബാക്കിയുടെ 2/5 X എടുത്തു. പിന്നെയും and the rest, അതിനുശേഷം ബാക്കിയുള്ളത് എന്ത് ചെയ്തു? ഈക്വലി ഷെയർഡ് ബിറ്റ്വീൻ ഡബ്ല്യുവിനും ഇസഡിനും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. എങ്കിൽ ഇവർ പറഞ്ഞ ഡബ്ല്യുവിന്റെയിലും ഇസഡിന്റെയിലും ഉള്ളത് 24 വെച്ചിട്ടാണെങ്കിൽ വാട്ട് വിൽ ബി ദ നമ്പർ ഓഫ് സ്വീറ്റ്സ് ഒബ്റ്റൈൻഡ് ബൈ എക്സ്? എക്സിന് കിട്ടിയത് എത്ര ആണെന്നാണ് ചോദിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ടോട്ടൽ എക്സ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്താൽ ഡബ്ല്യുവിന് എത്ര കിട്ടി? 1/3 ഓഫ് എക്സ് കിട്ടി. അപ്പൊ ബാക്കി എത്ര ഉണ്ട്? 1/3 ഓഫ് എക്സ് ഒരാൾക്ക് കിട്ടിയെങ്കിൽ ബാക്കി എത്ര ഉണ്ട്? 3ൽ 1 ഭാഗം കിട്ടി അല്ലെ. അപ്പൊ 3ൽ 2 ഭാഗമുണ്ട്. ദാറ്റ് ഈസ് 2/3 ഓഫ് എക്സ് റിമൈനിങ് ഉണ്ട്. ക്ലിയർ ആണോ? ആ 2/3 ഓഫ് എക്സിന്റെ 2/5 മനസ്സിലായോ? 2/3 ഓഫ് എക്സ് റിമൈനിങ് ഉണ്ട്. ഇതിന്റെ 2/5 ആണ് എക്സിന് കിട്ടുന്നത് അല്ലെ. അപ്പൊ ബാക്കി എത്ര ഉണ്ട് ഇവിടെ? 3/5. ക്ലിയർ ആണല്ലോ? 3/5 ഓഫ് 2/3 എക്സ് ബാക്കിയുണ്ട്. ശ്രദ്ധിച്ചോണം. അപ്പൊ എക്സിന് കിട്ടുന്ന എത്രയാണ്? 2/5 ഓഫ് 2/3 എക്സ്. സോൾവ് ചെയ്ത് എന്ത് വരും? 4/15 അല്ലെ. അപ്പൊ 4/15 എക്സ് ആണ് എക്സിന് കിട്ടുന്നത്. ബാക്കി എത്ര ഉള്ളത്? 3/5 ഓഫ് 2/3 എക്സ്. 3/5 ഓഫ് 2/3 എക്സ്. കട്ട് ചെയ്താൽ എന്ത് വരും? 2/5 എക്സ് എന്ന് വരും. 2/5 എക്സ്. മനസ്സിലായോ? അപ്പൊ ബാക്കി ഇനിയായിട്ടുള്ളത് 2/5 എക്സ് ആണ്. ക്ലിയർ ആണോ? ആദ്യം ടോട്ടൽ എക്സ് ഉണ്ടായിരുന്നു, അതിന്റെ 1/3 എക്സ് ഡബ്ല്യുവിന് കിട്ടി. ബാക്കി എന്തുണ്ട്? 3ൽ 2 ഭാഗം അല്ലെ. 2/3 എക്സ് ബാക്കിയുണ്ട്. ആ റിമൈനിങ്ങിന്റെ 2/5 ആണ് എക്സിന് കിട്ടുന്നത് അല്ലെ. 2/5 ഓഫ് 2/3 എക്സ് എന്ന് പറഞ്ഞാൽ 4/15. ബാക്കി എത്ര? ഇതിന്റെ 5ൽ 2 ഭാഗം എക്സിന് കിട്ടിയെങ്കിൽ ബാക്കി നമ്മളുടെ 5ൽ 3 ഭാഗം ഉണ്ട്. ദാറ്റ് ഈസ് 3/5 ഓഫ് എന്ന് പറഞ്ഞാൽ 2/5 എക്സ് എന്ന് കിട്ടും. അതാണ് ഇനി ബാക്കിയുള്ളത്. ആ ബാക്കി അല്ലെ, ദ റെസ്റ്റ് ഈസ് ഈക്വലി ഷെയർഡ് ബിറ്റ്വീൻ ഡബ്ല്യു ആൻഡ് വൈ ആൻഡ് സെഡ്. വൈക്ക് സെഡിന് ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്തു എന്ന് വെച്ചാൽ പകുതി പകുതി കൊടുത്തു അല്ലെ. അതായത് ഇതിന്റെ ഹാഫ്. ഇപ്പൊ എന്ത് വരും?
2/5 into 1/2 അല്ലെ? That is 1/5x ആണ് പകുതി. 2/5x ന്റെ പകുതി എന്തോരും? 1/5x. അത് ഈക്വൽ ആയിട്ട് ഇവർക്ക് രണ്ടുപേർക്കും കൊടുത്തു. അതായത് 1/5x വൈക്കും കൊടുത്തു, 1/5x ഇസഡിനും കൊടുത്തു. ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താ? ആ വൈക്കും ഇസഡിനും കിട്ടിയത് 24 ആണെന്ന്. ദാറ്റ് മീൻസ് 1/5x എന്ന് പറഞ്ഞാൽ 24 ആണെന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് x കിട്ടത്തില്ലേ? ക്ലിയർ ആണോ? x will be equal to 24 into 5 120. എക്സിന് അതായത് ടോട്ടൽ 120 ആണ്. ചോദ്യം അതല്ല, എന്താണ്? വാട്ട് വിൽ ബി ദ നമ്പർ ഓഫ് സ്വീറ്റ്സ് ഒബ്റ്റെയിൻഡ് ബൈ എക്സ്? എക്സിന് കിട്ടിയത് എത്ര ആണെന്നാ ചോദിക്കുന്നത്. എക്സിന് എത്ര കിട്ടിയത്? 4/15 ഓഫ് എക്സ് ആണ്. ദാറ്റ് ഈസ് 4/15 ഓഫ് 120. ഇതാണ് എക്സിന് കിട്ടിയത്. സോൾവ് ചെയ്തേ. 3 വെച്ച് ചെയ്താല് 5 40, 5 ഇവിടെ കട്ട് ചെയ്താല് 8 into 4 32 സ്വീറ്റ്സ്. ക്ലിയർ ആണോ? 32 സ്വീറ്റ്സ്. ഓക്കെ ആണോ? ഇങ്ങനെയാണ് നമ്മൾ എക്സ് വെച്ച് ചെയ്യുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു രീതിയും കൂടെ പറഞ്ഞുതരാം. ഈ എക്സ് എടുക്കാതെ ഇങ്ങനെ ഫ്രാക്ഷൻസ് ഇല്ലാതെ പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു രീതിയും കൂടെ പറഞ്ഞുതരാം. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്നേലും ഈ മെത്തേഡ്, അല്ലെങ്കിൽ നോക്കിയേ, എപ്പോഴും ഇത് ഇവിടെ നിന്നല്ല, ഏതൊരു ക്വസ്റ്റ്യനിലും ഇതേപോലെ 1/3 കാണുക, 2/5 കാണുക, അങ്ങനെയൊക്കെ വന്നത്. അതായത് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആ ഒരു ഏരിയയിൽ ചോദിക്കാം, ടൈം ആൻഡ് ഡിസ്റ്റൻസ് അവിടെ ചോദിക്കാം. എവിടെ ആണെങ്കിലും ഇതുപോലെ ഫ്രാക്ഷൻസ് വരുമ്പോൾ, അതായത് എന്തെങ്കിലും ഒരു വാല്യൂവിന്റെ 1/3 എടുക്കണം, അല്ലെങ്കിൽ അതിന്റെ 2/5 എടുക്കണം, അങ്ങനെയൊക്കെ പറയുന്ന കേസിൽ നമുക്കൊരു വാല്യൂ അസ്യൂം ചെയ്ത് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഏത് വാല്യൂ വേണമെങ്കിലും അസ്യൂം ചെയ്യാം. ഇപ്പൊ ഇവിടെ 1 എന്നോ 2 എന്നോ ടോട്ടൽ സ്വീറ്റ്സ് 100 എന്നോ ഒക്കെ ചെയ്യാം. അപ്പൊ ആലോചിക്കണം, 1/3 എടുക്കുമ്പോൾ അത് വീണ്ടും ഫ്രാക്ഷൻ അല്ലെ? അപ്പൊ ഫ്രാക്ഷൻ വരാത്ത ഒരു വാല്യൂ വേണം അസ്യൂം ചെയ്യാൻ. അത് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. ഡിനോമിനേറ്റർ ഉണ്ടല്ലോ, ഈ ഫ്രാക്ഷൻസിന്റെ ഒക്കെ ഡിനോമിനേറ്റർ, അതിന്റെ LCM എടുക്കുക. അതായത് 1/3 2/5 എന്നല്ല ഇവിടെ കിടക്കുന്നത്. ഈ ഡിനോമിനേറ്ററിന്റെ LCM, അതായത് ആ ഡിനോമിനേറ്റർ, അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഇത് വെച്ച് കട്ട് ചെയ്താൽ ഫ്രാക്ഷൻ വരാത്ത ഒരു നമ്പർ ആലോചിക്കുക. ഓക്കെ, ദാറ്റ് ഈസ് 3ഉം 5ന്റെയും LCM നമുക്ക് 15 എന്ന് പറയാം. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് സ്വീറ്റ്സ് 15, അല്ലെങ്കിൽ 15ന്റെ ഏതെങ്കിലും ഒരു മൾട്ടിപ്പിൾ, ഓക്കെ, എന്ന് നമ്മൾ കൺസിഡർ ചെയ്യും. മനസ്സിലായോ? അപ്പൊ ടോട്ടൽ സ്വീറ്റ്സ് 15 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുവാണ്. ഓക്കെ, അങ്ങനാണെങ്കിൽ ഇവർക്കെല്ലാം എത്ര കിട്ടിയെന്നൊന്ന് കണ്ടുപിടിച്ചേ. ഡബ്ല്യൂന് എത്ര കിട്ടിയത്? 1/3 ഓഫ് 15 അല്ലെ? 1/3 ഓഫ് 15 എത്ര? 5. അപ്പൊ ഇയാൾക്ക് 5 കിട്ടി. ഇനി എക്സിന് എന്താ കിട്ടിയത്? 2/5 ഓഫ് ദ റെസ്റ്റ്. അപ്പൊ ബാക്കി ഒന്ന് കണ്ടുപിടിച്ചേ. 15 ഉണ്ടായിരുന്നു, അതിൽ 5 ഡബ്ല്യൂന് കൊടുത്തു. അപ്പൊ റിമൈനിങ് എത്ര ഉണ്ട്? 10 ഉണ്ട്. ക്ലിയർ ആണോ? അതിന്റെ 2/5 ഓഫ് 10 എത്ര വരും? 4 വരും. 4 ആണ് എക്സിന് കിട്ടിയത്. ഇനി ബാക്കി ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലെ? നോക്കിയേ, ഇവിടെ 5 ഉണ്ട്, 4 ഉണ്ട്, അങ്ങനെ 9 ആയി. ഇനി ബാക്കി എത്ര ഉണ്ട്? ടോട്ടൽ 15 എണ്ണം ഉണ്ട്. സോ ബാക്കി എത്ര ഉണ്ട്? 6 എണ്ണം ഉണ്ട്. ആ 6 എണ്ണത്തിന് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 3 3. ക്ലിയർ ആണോ? അപ്പൊ 15 സ്വീറ്റ്സ് മൊത്തത്തിലുണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്ത സമയത്ത് വൈക്കും ഇസഡിനും എന്താ കിട്ടിയത്? 3. ശരിക്കും അവർക്ക് എത്ര കിട്ടിയത്? 24 അല്ലെ? അപ്പൊ 3/24 ആയാൽ ഈ പറയുന്ന ടോട്ടൽ സ്വീറ്റ്സ് 15 എത്ര ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി നമ്മളോട് ചോദിക്കുന്ന ടോട്ടൽ അല്ല, അതും എന്താ നമ്മളോട് ചോദിക്കുന്ന എക്സിന് കിട്ടിയതാ. എക്സിന് 4 അല്ലേ കിട്ടിയത്? അപ്പൊ 4 എങ്ങനെ മാറുന്നു എന്ന് കണ്ടുപിടിച്ചാൽ മതി. ടോട്ടൽ കണ്ടുപിടിച്ചിട്ട് ചെയ്യുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ആലോചിച്ച് 3 എന്ന്, അതായത് നമ്മൾ 15 എന്ന് അസ്യൂം ചെയ്തപ്പം വൈക്കും ഇസഡിന് നമുക്ക് 3 എന്നല്ലേ കിട്ടിയത്. ശരിക്കും അവർക്ക് എത്ര കിട്ടിയേക്കുന്നത്? 24. അപ്പൊ ഈ 3/24 എങ്ങനെ ആകുന്നോ അതേപോലെ തന്നെ നമുക്ക് വേണ്ടതെല്ലാം മാറ്റാം. ടോട്ടൽ 15 ചോദിച്ചാൽ 15 എങ്ങനെ മാറുന്നു നോക്കാം. നമ്മളോട് ചോദിക്കുന്നത് എക്സിന് കിട്ടിയത്. അപ്പൊ നമുക്ക് എക്സിന് ഇവിടെ 4 എന്നല്ലേ കിട്ടിയേക്കുന്നത്. അപ്പൊ 4 എങ്ങനെ മാറും? ക്ലിയർ ആണോ? 3 എങ്ങനെ 24 ആവുന്നേ? into 8. സോ ഇവിടെ into 8. നമ്മുടെ കിട്ടുന്ന ആൻസർ 4 into 8 32. ക്ലിയർ അല്ലേ? വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടത്തില്ലേ? ഇനി ഇവിടെ ആണെങ്കിൽ 15 into 8 ഒരു ടോട്ടല് 120 എന്ന് വരും. ക്ലിയർ ആണോ? മനസ്സിലായോ? അപ്പൊ ഈ ഒരു രീതി ചെയ്യാം. മനസ്സിലായാലോ? എന്താ നമ്മൾ അസ്യൂം ചെയ്യുന്ന വാല്യൂ എന്തായിരിക്കണം? ഈ പറയുന്ന ഈ ഒരു ഫ്രാക്ഷൻ ഇത് വരുമ്പം അതിന്റെ ഡിനോമിനേറ്ററിന്റെ LCM ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും മൾട്ടിപ്പിൾസ് ആയിട്ട് എടുക്കുക. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Average of 11 consecutive even numbers is 24. What is the difference between the highest and the lowest number? 11 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സിന്റെ ആവറേജ് 24 ആണെന്ന് അല്ലെ? 11 എണ്ണം. 1 2 3 4 5 6 7 8 9 10
11 അല്ലെ, 11 ഈവൻ നമ്പേഴ്സ് ഉണ്ട്. ഇതിന്റെ ആവറേജ് 24 ആണെന്ന്. ഒരു രീതി നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം, ഇത് എക്സ് പ്ലസ് 2 എക്സ് പ്ലസ് 4 ഇങ്ങനെ എല്ലാം 11 വരെയും നിങ്ങൾ എഴുതുക. 2 കൂട്ടി എഴുതുക. അതിന്റെ ആവറേജ് 24 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ സം എന്ത് എഴുതാം, 24 × 11 എന്ന് എഴുതാം. ഓക്കെ, ഞാനിത് ചെയ്യാനുള്ള ഒരു എളുപ്പമാർഗം പറയാം, ഒന്ന് ശ്രദ്ധിക്കാം. ഈ ക്വസ്റ്റ്യൻ പറയുന്നതിന് മുന്നേ ഞാൻ പറയുന്ന ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. 2, 4, 6, 8, 10 ഈ നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താ? ദേ ആർ കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ആണ് അല്ലെ, അടുത്തടുത്തുള്ള ഈവൻ നമ്പേഴ്സ് ആണ് ഞാൻ ഈ എഴുതിയേക്കുന്നത് അല്ലെ. അല്ലെങ്കിൽ 3, 5, 7, 9, 11 ഇവരെന്താ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ആണ് അല്ലെ. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇവര് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെന്ന് പറയാം. എന്താ അല്ലേ, കോൺസിക്യൂട്ടീവ് ടേംസിന്റെ ഡിഫറൻസ് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നതാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അപ്പം അടുത്തടുത്തുള്ള ഒരു ഈവൻ നമ്പറോ അടുത്തടുത്തുള്ള ഒരു ഓഡ് നമ്പറോ അല്ലെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷനോ ആണെങ്കിൽ അവരുടെ ആവറേജ് എന്ന് പറയുന്നത് മിഡിൽ ടേം ആയിരിക്കും. ഈ ഒരു പോയിന്റ് മനസ്സിലാക്കി വെച്ചേക്കുക. ക്ലിയർ ആണോ? കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സോ അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സോ അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ മിഡിൽ ടേം ആയിരിക്കും. ഇപ്പൊ 2, 4, 6, 8, 10 ഇതിന്റെ ആവറേജ് എന്താ? 6 ആണ്. ചെയ്ത് നോക്കിക്കോ നിങ്ങൾ. ഇനി 3, 5, 7, 9, 11 ഇതിന്റെ ആവറേജ് എന്താ? 7 ആണ്. ക്ലിയർ ആണോ? അപ്പൊ ഈ പോയിന്റ് മറക്കരുത്. ഇനി ഇവിടെ ഇപ്പം ഈവൻ നമ്പർ ഓഫ് അല്ലെങ്കിൽ ഓഡ് നമ്പർ ഓഫ് ടേംസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ, 2, 4, 6, 8 ഇതാണെങ്കിൽ ഇതിന്റെ ആവറേജ് എന്താ? ഇപ്പൊ നമ്മുടെ കയ്യിൽ ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ ഇരട്ട സംഖ്യ ടോട്ടൽ നമ്പേഴ്സ് ഇരട്ട സംഖ്യ ആണെങ്കിൽ എന്തായിരിക്കും ആവറേജ് എന്ന് പറഞ്ഞാൽ മിഡിൽ ടേംസിന്റെ ആവറേജ് എടുക്കുക. മനസ്സിലായോ? 4 + 6 എന്താ 4 + 6 / 2 ആയിരിക്കും. 3, 5, 7, 9 ഇതിന്റെ ആവറേജ് എന്താ? 5 + 7 / 2 ആയിരിക്കും. ഇനി ഈ ഈവൻ നമ്പരോ ഓഡ് നമ്പരോ ഒക്കെ ആണെങ്കിൽ അതിലും നമുക്ക് എളുപ്പത്തിൽ പറയാം 2, 4, 6, 8ന്റെ ആവറേജ് ഈ മിഡിലുള്ള 4നും 6നും ഇടയിലുള്ള വാല്യൂ എന്താ? 5. അതായിരിക്കും ആവറേജ്. ക്ലിയർ ആണോ? 3, 5, 7, 9 ഇത് ഓഡ് നമ്പേഴ്സ് അല്ലേ, അപ്പൊ അതിന്റെ ആവറേജ് എന്താ? ഈ 5നും 7നും മിഡിലിൽ വരുന്ന ഏതാ? 6. ക്ലിയർ ആണോ? അപ്പൊ ഈ ഒരു ഡേറ്റ പഠിച്ചു വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് വളരെ എളുപ്പം ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻ വായിച്ചേ. ആവറേജ് ഓഫ് 11 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ഈസ് 24 അല്ലെ. 1 തൊട്ട് എന്താ 11 വരെ നമ്പേഴ്സ് ഉണ്ട് അല്ലെ. അതിന്റെ മിഡിൽ നമ്പർ ഏത് വരും? 6th നമ്പർ ആയിരിക്കും അതിന്റെ മിഡിൽ വരുന്നത്. 11 നമ്പേഴ്സിന്റെ മിഡിൽ വരുന്ന ഏതായിരിക്കും? 6th നമ്പർ ആയിരിക്കും അല്ലെ. ആ 6th നമ്പർ ആണ് 24 എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇങ്ങോട്ട് നമ്മളുടെ നമ്പേഴ്സ് ഉണ്ട്, ഇങ്ങോട്ടും എന്തുണ്ട്? 5 നമ്പേഴ്സ് ഉണ്ട് അല്ലെ. ഇങ്ങോട്ട് 5 നമ്പർ ഉണ്ട്, ഇങ്ങോട്ടും 5 നമ്പർ ഉണ്ട്. 5, 5, 10, 11 നമ്പേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ 6ാമത്തെ നമ്പറാണ് അതിന്റെ മിഡിൽ വരുന്നത്. അത് 24 ആണ് അല്ലെ. ആവറേജ് ഓഫ് ആൻ AP അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് അതിന്റെ മിഡിൽ ടേം ആണെന്ന് പറഞ്ഞു. അപ്പൊ 6th ടേം ആയിരിക്കും 24. ഇനി നിങ്ങൾ ലാർജസ്റ്റ് ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് നമ്പർ എഴുതി അതിന്റെ ഡിഫറൻസ് എടുത്താൽ പോരായോ? പുറകോട്ട് എഴുതുക, മുന്നോട്ട് എഴുതുക. ഓക്കെ, അതായത് 2 കുറച്ച് പോവുക, 2 കൂട്ടി പോവുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്പർ നിങ്ങൾ ഇങ്ങനെ എഴുതി പോവുക. 22 എന്താ 20 അങ്ങനെ 5 എഴുതുക. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങോട്ട് 5 ഇല്ലേ, 5 കഴിഞ്ഞിട്ടുള്ള നമ്പർ അല്ലേ പുറകോട്ട്. അപ്പൊ 5 2 കുറയ്ക്കുക അല്ലെ, ദാറ്റ് ഈസ് 10. 5 × 2 10 കുറച്ചാൽ നമുക്ക് എന്ത് വരും? 14 ആയിരിക്കും ഫസ്റ്റ് നമ്പർ. ഇനി ഇങ്ങോട്ട് 5 തവണ 5 നമ്പേഴ്സ് എഴുതിയില്ലേ 11ാമത്തെ വരുന്നത്, അതായത് 5 തവണ കൂട്ടണം അല്ലെ, ദാറ്റ് ഈസ് 24 + 5 × 2 എന്ത് വരും? 34. പറഞ്ഞ മനസ്സിലായോ? ഇല്ലെങ്കിൽ നിങ്ങൾ എഴുതിക്കോളൂ കേട്ടോ. 24, 22, 20, 18 അങ്ങനെ എഴുതി 5 നമ്പേഴ്സ് എഴുതുക. ഇത് 14ാമത്തെ നമ്പറാണ്, ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ. ഇതെന്താ? 34 ആണ് ഏറ്റവും ലാർജസ്റ്റ് നമ്പർ. ഇനി എന്താ ചോദിച്ചേക്കുന്നത്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് നമ്പർ? ദാറ്റ് ഈസ് 34 - 14 എന്ത് വരും? 20. ഓപ്ഷൻ എ 20. ക്ലിയർ ആണോ? അപ്പൊ ഈ ഡേറ്റ മറന്നു പോകരുത്, നോട്ട് ചെയ്ത് വെച്ചോളുക. എന്താണ്? ആവറേജ് ഓഫ് ആൻ AP അല്ലെങ്കിൽ ആവറേജ് ഓഫ് ആൻ കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് മിഡിൽ ടേം ആയിരിക്കും. ഇനി ഈവൻ നമ്പർ ഓഫ് ടേംസ്, ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ഇരട്ട സംഖ്യ ആണെങ്കിലോ മിഡിൽ ടേംസിന്റെ ആവറേജ് അല്ലെങ്കിൽ ആ 2 നമ്പേഴ്സിന്റെ ഇടയ്ക്ക് എന്ത് വരുന്നെന്ന് നോക്കുക. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Seats for mathematics, physics and chemistry in a college are in the ratio of 5:3:2. There is a proposal to increase these seats by 50%
30% and 20% respectively. What will be the ratio of the increased seats? നോക്കിയേ, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഈ ഒരു കോളേജിലെ സീറ്റ്സിന്റെ റേഷ്യോ തന്നിട്ടുണ്ട് 5:3:2 എന്ന്. And there is a proposal to increase these seats by ഇത് 50% ആയിട്ട് കൂട്ടുന്നു, 30% കൂട്ടുന്നു, 20% ആയിട്ട് കൂട്ടുന്നു. എങ്കിൽ എന്താണ് ഇൻക്രീസ്ഡ് സീറ്റ്സിന്റെ റേഷ്യോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇത് പെർസെന്റേജിൽ ഒരു ബേസിക് കാര്യം എന്ന് പറയുക, ശ്രദ്ധിക്കാം. എക്സ് എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്, അതിനെ 10% ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയ വാല്യൂ നമുക്ക് എങ്ങനെ എഴുതാം? എക്സിന്റെ കൂടെ എക്സിന്റെ 10% കൂടെ ഇൻക്രീസ് ചെയ്യുന്നു അല്ലെ, എക്സ് പ്ലസ് 10% ഓഫ് എക്സ്. ഓക്കെ അല്ലേ? 10% കൂട്ടുക എന്ന് പറഞ്ഞാൽ അതിന്റെ 10% എത്രയാണോ അത്രയും കൂടെ ഇൻക്രീസ് ചെയ്യുന്നു. ക്ലിയർ ആണോ? അതിനെ നമുക്ക് ഇതിനെ ഈ ഒരു എണ്ണത്തിനെ നമ്മൾ ഇന്ന് സോൾവ് ചെയ്താൽ, അതായത് എക്സ് പ്ലസ് 10/100x എന്ന് എഴുതാം. ഈ 100 ഇവിടെ കൊടുത്താൽ 100x പ്ലസ് 10x/100 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 110/100x എന്ന് എഴുതാം അല്ലെ. 110/100 എന്ന് വെച്ചാൽ എന്താ? 110%. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ അങ്ങനെ എഴുതുക. മനസ്സിലായോ? എക്സ് എന്ന് പറഞ്ഞൊരു നമ്പർ അതിന് 10% ഇൻക്രീസ് ചെയ്താൽ പുതിയ നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 110% ഓഫ് എക്സ്. ഇനി 20% ആണ് ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 120% ഓഫ് എക്സ്. ക്ലിയർ ആണോ? ഇനി അതേപോലെ ഡിക്രീസ് ആണ് വരുന്നത്, ചെയ്യുന്ന മനസ്സിലായോ? ഇൻക്രീസ് ആണെങ്കിൽ 100 പ്ലസ് ദാറ്റ് 10, 20 ആണെങ്കിൽ 100 പ്ലസ് ദാറ്റ് 20, ഇനി 25% ആണെങ്കിൽ 100 പ്ലസ് ദാറ്റ് 25. ഇനി 10% ഡിക്രീസ് ആണെങ്കിലോ 90% ഓഫ് എക്സ് ആയി അല്ലെ. എക്സ് എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ടായിരുന്നു, 10% ഡിക്രീസ് ചെയ്താൽ എന്തായി? 90% ആയി. ക്ലിയർ ആണോ? അതായത് ഒരു നമ്പർ നമ്മുടെ 225 എന്നൊരു നമ്പർ ഉണ്ട്, 90% അല്ലെങ്കിൽ 10% കുറഞ്ഞാൽ പുതിയ നമ്പർ എന്താണ്? 90% ഓഫ് 225 ആണ്. ക്ലിയർ ആണോ? അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയിരിക്കാം. അപ്പൊ അതേപോലെ നമുക്ക് ഇവിടെ ചെയ്യാം. ഓക്കെ, നോക്കിയേ, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി അതിന്റെ സീറ്റ് 5:3:2 ആയിരുന്നു. റേഷ്യോ നമ്മൾ റേഷ്യോ ആദ്യം മാറ്റി എക്സിൽ എഴുതും അല്ലെ. 5x സീറ്റ്സ് ഉണ്ടായിരുന്നു മാത്സിന്, 3x സീറ്റ്സ് ഉണ്ടായിരുന്നു ഫിസിക്സിന്, 2x സീറ്റ്സ് ഉണ്ടായിരുന്നു കെമിസ്ട്രിക്ക്. ഇനി മാറ്റം എന്താ വന്നേ? ഇതാണ്ടേ 50%, അതായത് ആദ്യത്തത് മാത്സ് 50% ഇൻക്രീസ് ചെയ്തു, ഫിസിക്സ് 30% ഇൻക്രീസ് ചെയ്തു, കെമിസ്ട്രി 20% ഇൻക്രീസ് ചെയ്തു. അപ്പൊ 5x ആയിരുന്നത് 50% ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം? 150% ഓഫ് 5x. ക്ലിയർ ആണോ? ഇനി 30% ഇൻക്രീസ് ചെയ്യുന്ന നമുക്ക് എന്ത് പറയാം? 130% ഓഫ് 3x. ക്ലിയർ ആണോ? ഇനി 2x 20% ഇൻക്രീസ് കഴിഞ്ഞാൽ 120% ഓഫ് 3x. ക്ലിയർ ആണോ? ഇതാണ് പുതിയ റേഷ്യോ അല്ലെങ്കിൽ പുതിയ വാല്യൂ. ഇനി ഇതിന്റെ റേഷ്യോ എടുത്താൽ പോരായോ? റേഷ്യോ എടുക്കുന്ന കോമൺ ആയിട്ടുള്ള എല്ലാം കട്ട് ചെയ്യുക. എക്സ് എല്ലാം പോയി, പെർസെന്റേജ് എല്ലാം പോയി. ഇനി സീറോസ് കട്ട് ചെയ്ത് 0 0 ഇവിടെ 0 പോയി. ഇനി ബാക്കിയുള്ള കട്ട് ചെയ്ത് ഞാൻ ഒന്നുകൂടെ ഒന്ന് എടുത്ത് എഴുതുവാണ്. 15x5 ഉണ്ട്, 13x3 ഉണ്ട്, 12x3 ഉണ്ട്. കട്ട് ചെയ്തേ. ഇനി 3 വെച്ച് കട്ട് 3 കട്ട് ചെയ്താൽ ഇവിടെ 3 പോയി, ഇവിടെ എന്തായി? 5 ആയി, ഇവിടെ എന്തായി? 4 ആയി അല്ലെ. ഇനി നോക്കി, ഇനി കോമൺ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ചെയ്തേ. 25:13:12. സോറി, ഇവിടെ 2x ആയിരുന്നേ, നമ്മൾ ഇവിടെ എഴുതിയ 2x ആണ്, 3 എന്ന് എഴുതിപ്പോയി. ഓക്കെ, ദാറ്റ് ഈസ് 4x2 8. ക്ലിയർ ആണോ? ദാറ്റ് ഈസ് 25:13:8 എന്ന് വന്നു. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ ഒരു മെത്തേഡ് നമുക്ക് ഈ രീതിയിൽ ചെയ്യാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. നോക്കിയേ, 5:3:2 എന്നല്ലേ, നമ്മൾ ജസ്റ്റ് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 500 300 200 എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. റേഷ്യോ 5:3:2 തന്നെയല്ലേ. അങ്ങനെയാണെന്ന് അസ്യൂം ചെയ്താൽ ഈ സീറ്റ് 50% കൂടി എന്ന് പറയുമ്പോൾ എത്ര? 50% എന്ന് പറയാം ഇതിന്റെ പകുതി അല്ലെ. ദാറ്റ് ഈസ് 250. 500 പ്ലസ് 250 750 ആയി എന്നല്ലേ. ഇനി 300 ഇതിന്റെ 30% കൂട്ടി. 30% എന്ന് പറഞ്ഞാൽ എത്ര? 90 അല്ലെ. 10% 30 ആയിരിക്കും. അപ്പൊ 30% 90, അതായത് 390 ആയി. ക്ലിയർ ആണോ? നമുക്ക് അതായത് 100 ഇടുമ്പോൾ പെർസെന്റേജ് കാണാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. അതിനാണ് നമ്മൾ 100 മൂന്നെടുത്തും ഒരേപോലെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്. ഇനി 200 ഇതിന്റെ 20% കൂടി എന്ന് പറയുമ്പോൾ എത്രയായി? 20% എന്ന് പറഞ്ഞാൽ 40 വരും അല്ലെ. ദാറ്റ് ഈസ് 240. ക്ലിയർ ആണോ? അപ്പൊ ഇനി ഇതിന്റെ റേഷ്യോ കണ്ടാ പോരായോ? 750 390 240. അതിന്റെ റേഷ്യോ കാണുക. സീറോസ് കട്ട് ചെയ്യുക.
ദെൻ കോമൺ 3 കൊണ്ട് കട്ട് ചെയ്തേ. 75നെ കട്ട് ചെയ്താൽ 25, ഇവിടെ 3 കൊണ്ട് കട്ട് ചെയ്താൽ 13, 3 കൊണ്ട് കട്ട് ചെയ്താൽ 18. ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ക്ലിയർ ആണോ? പെർസെന്റേജിന് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കണം. അത് പലയിടത്തും നമുക്ക് പെർസെന്റേജിൽ ചെയ്യുന്നത് പലയിടത്തും നമുക്ക് ആവശ്യമാണ്. ഏതാ ഞാൻ ആ എക്സ് 10% പറഞ്ഞില്ലായിരുന്നോ? അത് മനസ്സിലാക്കിക്കോണം. 110% ഓഫ് എക്സ്, അല്ലെങ്കിൽ 10% ഡിക്രീസ്, എന്താ 90% ഓഫ് എക്സ്. എക്സ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്നിടത്ത് നമുക്ക് ഇങ്ങനെ ചെയ്യാനായിരിക്കും എളുപ്പം. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കിക്കൊള്ളുക. അപ്പൊ ഇന്ന് ചെയ്ത ഈ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? നന്നായിട്ട് ഒന്നുകൂടെ നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിലൂടെ ചോദിക്കുക. അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള കോഴ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വെയിറ്റേജ് വരുന്ന ഇംഗ്ലീഷിനാണ് അല്ലേ? അപ്പോൾ അത് തന്നെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പാടാണെന്ന് ഓർത്ത് ഈ എക്സാം എഴുതണ്ടെന്നൊന്നും വിചാരിക്കരുത്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് പഠിച്ച് എക്സാം ക്രാക്ക് ചെയ്യാവുന്നതാണ്. എല്ലാ ടോപ്പിക്സും സിലബസ് അനുസരിച്ച് നിങ്ങൾക്ക് കവർ ചെയ്ത് തരുന്നതായിരിക്കും. അതുകൂടാതെ മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതിയാൽ നമ്മൾ കറക്റ്റ് എക്സാം എഴുതുമ്പം ആ ഒരു ഫീല് അല്ലെ, നമുക്ക് നന്നായിട്ട് എഴുതണമെങ്കിൽ നമ്മൾ കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പം അതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു.